വയനാട് പുത്തുമലയിൽ ശ്മശാനത്തിനടുത്ത് മാലിന്യം നിക്ഷേപിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. 2 ടിപ്പർ ലോറികളിൽ ടാങ്കുകളിലാണ് മാലിന്യം കൊണ്ടുവന്നത്. ലോറി ഉടമയായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഉൾപ്പെടെ പോലീസ് രക്ഷപ്പെടുത്തുകയാണെന്ന് ആരോപിച്ച് CPM പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം തുടരുകയാണ്. ഫസ്റ്റ് വാട്ടർ ടാങ്ക് വാവ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ. തുറന്ന പ്രശ്നം കഴിഞ്ഞ് തുറന്നിട്ട് നിങ്ങൾ കാണിക്ക് പ്രശ്നം കഴിഞ്ഞില്ലേ? എന്റെ രാശേട്ടാ ഇത് നോക്കി കൈ മണത്തത് വണ്ടി വന്ന് തൊട്ടിട്ടില്ലേ? എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് കളയുന്ന എത്ര സ്ഥലം അവിടെ കളഞ്ഞ സ്ഥലങ്ങൾ വേറല്ലേ? ഇല്ല വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കാൻ പാടില്ല, കാരണം അത്ര മോശമല്ലേ വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ലോറി നാട്ടുകാർ തടയുകയായിരുന്നു. ഇപ്പോൾ ഇത് ആരുടെ ഉടമസ്ഥതയിലുള്ള ലോറിയാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. നാട്ടുകാർ എന്താണ് പറയുന്നത്? പോലീസിനെതിരെയാണോ ആക്ഷേപം? വിവരങ്ങൾ. പ്രവിത, പ്രജിൻ, ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. രാത്രി പുത്തുമല ശ്മശാനത്തിന്റെ തൊട്ടടുത്തുള്ള പ്രദേശത്താണ് ഈ സംഭവം. 2 ടാങ്കുകളിലായി ടിപ്പർ ലോറിയിലാണ് മാലിന്യം എത്തിച്ചത്. അസഹനീയമായ ദുർഗന്ധമായിരുന്നു. ഈ ശ്മശാനത്തിന്റെ ഏതാണ്ട് ഒരു 50-100 മീറ്റർ മാത്രം അകലെ അത് തട്ടാനുള്ള ശ്രമമാണ് ഉണ്ടായതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഒരു ലോറി, ഫ്രണ്ട്സ് എന്ന് എഴുതിയ ഒരു ലോറിയാണ്. ഈ ലോറികൾ ഈ ലോറി യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ, പൊഴുതനയിലുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഉള്ള ആരോപണമാണ് പ്രധാനമായും CPIM ഉന്നയിക്കുന്നത്. ഇതിനുശേഷം നാട്ടുകാർ ഈ വാഹനം തടഞ്ഞിട്ടു. പിന്നീട് പോലീസ് എത്തി. വലിയ പ്രതിഷേധം ഉയർന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വാഹനം കസ്റ്റഡിയിലെടുത്തു. ഉടമകളെ വിളിച്ചു വരുത്തി എന്നുള്ളതാണ് പറയുന്നത്. ഇതിനുശേഷം 2 പേരെ, അതായത് ഡ്രൈവർമാരെ മാത്രം കസ്റ്റഡിയിലെടുക്കുകയും മറ്റ് 2 പേരെ, ഉടമകളായ 2 പേരെ വെറുതെ വിടുകയും ചെയ്തു എന്നുള്ളതാണ് CPIMന്റെ ആരോപണം. ഇക്കാര്യം ആരോപിച്ചുകൊണ്ട് CPIMന്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഹാരിസും അതോടൊപ്പം തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയ സഹദ് അടക്കമുള്ള CPIMന്റെയും DYFIയുടെയും എല്ലാം തന്നെ നേതാക്കൾ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. അവിടെ ഇപ്പോഴും കുത്തിയിരിപ്പ് സമരം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ഇതിൽ നടപടി വേണം, കൃത്യമായ നടപടി വേണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. കാരണം ഉടമകൾക്കെതിരെയും നടപടി വേണം, അത്തരത്തിൽ കേസെടുക്കണം. കാരണം ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം, അതായത് ചൂരന്മല മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം ആളുകളെ സംസ്കരിച്ച പ്രദേശത്തിന്റെ തൊട്ടടുത്താണ് മാലിന്യം തട്ടാനുള്ള നീക്കം ഉണ്ടായത്. ഇത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയുകയില്ല. സ്വാഭാവികമായി ഇത്തരം ഒരു നീക്കത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള ഗൂഢാലോചന ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപമാണ് CPIM ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്റ്റേഷനുള്ളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. എന്നാലും അത് സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉണ്ടാവേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലെ? അപ്പോൾ എന്തായാലും ആ രീതിയിൽ ഒരു അന്വേഷണമൊക്കെ നടക്കട്ടെ. ആരാണ് അതിന് പിന്നിൽ എന്നുള്ള കാര്യം പുറത്തു വരട്ടെ.